ഡയറക്ഷൻ ലെവല് അൾട്ടിമേറ്റ്. പിന്നെ ഉണ്ടായിരുന്നോ അയ്യര് കളിയാ മോനെ സൂപ്പർ. ഇത് 300 കോടിക്ക് മേളിൽ പോകും. എക്സ്ട്രീം ലെവൽ, ബോളിവുഡ് ലെവൽ എടുത്തു വെച്ചേക്കുന്നത്. ഒന്നും ചെയ്യാനില്ല. ലാലേട്ടനെ കൊണ്ട് ചുമ്മാ ഇല്ല വിഡ്ഢിവേഷം കെട്ടിച്ച് എടുത്തു വെച്ചിരിക്കുന്നത്. എന്തിനാ എടുത്തു വെച്ചിരിക്കുന്നത് ഇതാണക്കത്തെ ഒരു പടം? അല്ലാതെ അങ്ങനെ ഓർത്തിരിക്കാൻ ലൂസിഫർ നമുക്ക് ഓർത്തിരിക്കാൻ ഒരുപാട് സാധനമുണ്ട്. അങ്ങനെ ഓർത്തിരിക്കാൻ 2025 മാർച്ച് 27 ഈ ദിവസം ചരിത്രത്തിൽ ഒരു മലയാള സിനിമയുടെ പേരിൽ അടയാളപ്പെടുത്താൻ പോകുന്നു. തമിഴിലെയും തെലുങ്കിലെയും കന്നഡയിലും എല്ലാം കോടി ക്ലബ് കളക്ഷനുകൾ കണ്ട് കൈയടിക്കാൻ മാത്രമാണ് വിധിയെന്ന മലയാളികളുടെ വിശ്വാസം തകർത്തുകൊണ്ട് മോളിവുഡിൽ നിന്നും ഒരു ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമ റിലീസിനെത്തുന്നു. പിന്നെ നടന്നത് ചരിത്രം. ഇന്ത്യൻ സിനിമ ഇതുവരെ കണ്ട പ്രീ ബുക്കിംഗ് കളക്ഷൻസ് റെക്കോർഡുകളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ സംഭവിക്കുന്നു. ആ സിനിമയിലെ നായകൻ്റെ പേര് മോഹൻലാൽ. ഡെഫിനിഷൻ ഓഫ് സൂപ്പർ സ്റ്റാർഡം. യെസ്, ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് മൂവി ഓഫ് മോളിവുഡ്, എമ്പുരാൻ, ഡയറക്റ്റഡ് ബൈ പൃഥ്വിരാജ് സുകുമാരൻ. മലയാളികൾ കാത്തിരുന്ന ആ റിവ്യൂ. അപ്പോൾ എന്തായാലും എമ്പുരാൻ കണ്ടിറങ്ങിയ ഓഡിയൻസിനോട് അവരുടെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു, അവരുടെ റിവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു ഒക്കെ ചോദിച്ചു നോക്കാം. നിങ്ങളൊരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നമുക്ക് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. നേരെ എമ്പുരാൻ റിവ്യൂയിലേക്ക്. നല്ല പടമായിരുന്നു. എടുത്തു വെച്ച ഫസ്റ്റ് ഹാഫ് തന്നെ വർത്താ ടിക്കറ്റ് എടുത്താ കാണാൻ. ബ്രോ നമ്മൾ രാവിലെ പുറക്ക് വേണ്ടിട്ട് വന്ന് കണ്ട ആ ഒരു ഞാൻ കരുനാപ്പള്ളി നിന്ന് കാണും. എനിക്ക് കോളേജിൽ പോവാ. സൂപ്പർ ഓടാ. ചുമ്മാ ഓരോ നെഗറ്റീവ്സ് പറയുന്നത് സൂപ്പർ ഓടാ കാണാൻ ഉണ്ട്. ഹൈപ്പിനുള്ളുണ്ട്. സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗുണ്ട്. സൂപ്പർ ഓടാ. മോഹൻലാലൊക്കെ പ്രസൻസ്, പൃഥ്വിരാജ്, മഞ്ജു വാര്യറിന്റെ ഒരു പെർഫോമൻസ് ആണ് നമുക്ക് രോമാഞ്ചടിക്കും. ടോവിനോടൊക്കെ കാണണ്ടേ. എക്സ്ട്രീം ലെവൽ, ബോളിവുഡ് ലെവൽ എടുത്തു വെച്ചേക്കുന്നത്. ഈ പൃഥ്വിരാജ് പറഞ്ഞതിന്റെ കൂട്ട് എല്ലാം ടോപ്പിന് വെച്ച പടം. ടെക്നിക്കൽ സൈഡും മ്യൂസിക് സൈഡും എല്ലാം ഒരു പാൻ ഇന്ത്യൻ പടത്തിന് വേണ്ടിയുള്ള എല്ലാം ഉണ്ട്. നമുക്ക് തേർഡ് പാർട്ട് ഉണ്ടായാലും എല്ലാം പറയാൻ പറ്റും. പിന്നെ വില്ലൻ എങ്ങനെയുണ്ട്? വില്ലനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. വില്ലന്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ പെർഫോമൻസ് ഒക്കെ ടോപ്പാ. എക്സ്ട്രീമാ. തിയേറ്റർ ഫുള്ളിംഗ് ആയിരുന്നു. പിന്നെ അവിടെ എന്തോ കയ്യടിയായിരുന്നു. ക്യാമിയോസ് ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്. പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ, നമ്മുടെ ഈ പറയുന്നത് പോലെ നമ്മുടെ പൃഥ്വിരാജ് പറഞ്ഞില്ലേ ഒരു ഗ്ലോബൽ മൂവിയാന്ന്. ആ പറയുന്ന രീതിയിൽ തന്നെ ഗ്ലോബലാ പടം തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തമിഴ്, തെലുങ്ക്, കന്നഡ ആ രീതിയിൽ തുടങ്ങി മലയാളത്തിലോട്ട് പോണ്. ഹോളിവുഡിലോട്ട് പോയിട്ടില്ല, പിന്നെ ബോളിവുഡിലോട്ട് പോണ്. ഒരു പാൻ വേൾഡ് പടമാണോ? പാൻ ഇന്ത്യ കഴിഞ്ഞ് പാൻ വേൾഡിലോട്ട് പോകാൻ വേണ്ടിയുള്ള അത്രേ ഉള്ളൂ. ആ വേറെ ഒന്നുമില്ല. എസ്പെഷ്യലി ഏറ്റവും എടുത്ത് പറയേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ കോസ്റ്റ്യൂം ഡിസൈനർ ലാലേട്ടൻ്റെ ആ കോട്ടുണ്ടല്ലേ, കോട്ട് സൂപ്പറാ, അടിപൊളിയായിട്ടുണ്ട്. ലാലേട്ടന്റെ എൻട്രി ഒക്കെ എൻട്രി ഒക്കെ തിയേറ്റർ കത്തിച്ചോ? ഏതാ എൻട്രി തിയേറ്റർ എൻട്രിയോ? പിന്നെ നമ്മളെ ടിനു പാപ്പച്ചൻ പറയുന്ന പോലെ ഇതിനെക്കാളും നല്ലത് മലക്കോട്ടെ വാലിബനിലെ ഇൻട്രോ അല്ലായിരുന്നോ? നല്ല അത് ഇതിനെക്കാളും എന്ത് നല്ലൊരു പടമായിരുന്നു. തിയേറ്റർ കൂളിംഗ് ആയിരുന്നോ മോഹൻലാൽ എൻട്രിയിൽ? ഒന്നും ചെയ്യാനില്ല. ലാലേട്ടനെ കൊണ്ട് ചുമ്മാ ഇല്ല വിഡ്ഢിവേഷം കെട്ടിച്ച് എടുത്തു വെച്ചിരിക്കുന്നത്. എന്തിനാ എടുത്തു വെച്ചിരിക്കുന്നത് ഇതാണക്കത്തെ ഒരു പടം? ഈ തള്ളലുണ്ടല്ലേ പൃഥ്വിരാജ്, എൻ്റെ പൊന്നോ, എല്ലാ ഭാഷയിലും എല്ലാ ലാംഗ്വേജിലും പോയി. ഇതൊരു ബോളിവുഡ് മസാല പടം ഉണ്ടല്ലേ, ഒരു പൂറ ബോളിവുഡ് മസാല പടം. അത് തന്നെ. ഇനി എത്ര കോടി എന്നൊക്കെ മുടക്കി എന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്റർ 2-3 എണ്ണം 1 ലക്ഷം രൂപ എല്ലാം വാടക കൊടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ 2-3 ഹെലികോപ്റ്ററൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു മലയാള സിനിമയായിട്ടിട്. പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ തുടരും എന്ന് പറയുന്ന ട്രെയിലർ ഉണ്ട്. ഒരു ഹൈപ്പും ഇല്ലാതെ വരുന്ന ആ ട്രെയിലർ കണ്ടാൽ തന്നെ അറിയാം അടിപൊളി. ഇനി അതിലാണ് പ്രതീക്ഷ, തുടരുവിലാണ്. പിന്നെ നല്ല സിനിമയായിരുന്നു. സാറ്റിസ്ഫൈഡ് ആണോ? ലൂസിഫറിന്റെ കറക്റ്റ് സെക്കൻഡ് പാർട്ട് വേണേ ആ എക്സ്പെക്ടേഷൻ തന്നെ വെച്ചുകൊണ്ട് തന്നെ പോകാം. നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ലാലേട്ടൻ ഫാൻ നെഞ്ചു വിരിച്ചിറങ്ങാൻ പറ്റും. പിന്നെ നല്ലല്ലോ. പിന്നെ ഈ പടത്തിന്റെ തേർഡ് പാർട്ടിന് വേണ്ടി പിന്നെ ഭയങ്കര ഈ ക്ലൈമാക്സിലേക്ക് ആ മറ്റേ തേർഡ് പാർട്ടിലേക്ക് ബിൽഡ് ചെയ്യുന്ന സീനും അതെല്ലാം സൂപ്പറായിട്ട് രാജുവായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ വേണേ പറയാം. തേർഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണോ? പിന്നെ നല്ലപോലെ പൃഥ്വിരാജിന്റെ ഡയറക്ഷനെ പറ്റിയൊന്നും പറയില്ല. നല്ല അഭിപ്രായം തന്നെയാണ്. ഒരു ഫാൻ ബോയ് എന്ന നിലയിൽ പൃഥ്വിരാജ് നല്ല രീതിയിൽ പടം ചെയ്തു വെച്ചിട്ടുണ്ട്. കൊടുത്ത ഹൈപ്പിനോട് ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് സെക്കൻഡ് ഹാഫ് നല്ല ഹൈപ്പിനോട് നീതി പുറത്ത് തോന്നി. പക്ഷെ ലൂസിഫർ വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ലൂസിഫർ വേറൊരു ലെവല്, ഇത് വേറൊരു ലെവല്. ഹൈ മൊമെന്റ്സ് ഉണ്ടോ? ഹൈ മൊമെന്റ്സ് ഉണ്ട്. ഫാൻസുകാർക്ക് ആഘോഷിക്കാൻ പറ്റിയ നല്ല നല്ല മൊമെന്റ്സ് ഉണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാതൊക്കെ ആയിരിക്കും നല്ല ഹൈ മൊമെന്റ്സ് ഒക്കെ വരും. അവസാനമുള്ള എൻഡ് ക്രെഡിറ്റ് സീനൊക്കെ നല്ല ലൂസിഫറിലാണ് നല്ല എൻഡ് മൊമെന്റ് ആയിട്ട് തന്നെ നിർത്തിയിരിക്കുന്നത്. എങ്കിലും ഒരു സാറ്റിസ്ഫൈഡ് ആണോ? മൊത്തത്തിൽ ഫാൻസുകാർക്ക് ആഘോഷിക്കാൻ പറ്റിയൊരു മൂവി ആയിട്ടാണ്. ഗൂസ്ബം മൊമെന്റ്സ് ഉണ്ട്. ആ സാധനമൊന്നുമില്ല. റൈറ്റിംഗ് പാർട്ടൊക്കെ ഇത്തിരി വീക്കാണ്. പിന്നെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉണ്ട്. പരിപാടികൾ അങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ട് പിടിച്ച് നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ.
പടം എടുത്തു പറയാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടോ? എടുത്തു പറയാൻ വേണ്ടി എടുത്ത് പറയാനെന്ന് പറയാൻ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. കാരണം സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഒരു കുറച്ച് മൊമെന്റ്, അല്ലാതെ അങ്ങനെ ഓർത്തിരിക്കാൻ ലൂസിഫർ നമുക്ക് ഓർത്തിരിക്കാൻ ഒരുപാട് സാധനമുണ്ട്. അങ്ങനെ ഓർത്തിരിക്കാൻ ഇന്റർവെൽ പഞ്ച് എങ്ങനെ? ഇന്റർവൽ പഞ്ചും ജസ്റ്റ് ഒരു ആവറേജ് ആണ്. പറഞ്ഞില്ലേ, റൈറ്റിംഗ് പാർട്ട് ഭയങ്കര വീക്കാണ്. 3ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ? 3ക്ക് വേണ്ടി ഓഫ് കോഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. വെയിറ്റ് ചെയ്യേണ്ട ഒരു ഫ്രാഞ്ചൈസി തന്നെയാണ്. പക്ഷേ സെക്കൻഡ് പാർട്ടിലെ റൈറ്റിംഗ് പ്രോസസ് കുറെ വീക്കായി പോയി. ഞങ്ങളുടെ ലാലേട്ട ഫാൻ എന്ന രീതിയിൽ നമുക്ക് നെഞ്ചു പിടിച്ച് ഇറങ്ങി വരാൻ പറ്റും. സൂപ്പറായിട്ട് ഇറങ്ങി വരാം. അടിപൊളി പടം. എന്താ പറയുക, ഫാൻ മേഡ് പടമാണ്. ലൂസിഫറിനെക്കാളും മുകളിലുണ്ടോ പടം? ലൂസിഫറിന്റെ നമുക്ക് ആ ഒരു കിട്ടുന്ന ഫീൽ ആവുന്നുണ്ട്. നമുക്ക് അതിന്റെ ക്യാമറയും കാര്യങ്ങളെല്ലാം അടിപൊളി, ഒരു രക്ഷയില്ല. ലാലേട്ടന്റെ ചെയ്തേക്കുന്ന പ്രസൻസ് എല്ലാം കിട്ടില്ല. ലാലേട്ടൻ പ്രസന്റ് ചെയ്തേക്കുന്നത് എങ്ങനെയുണ്ട്? അടിപൊളി, ഒരു രക്ഷയില്ല. ലാലേട്ടന്റെ ഓരോ സീനും പിന്നെ മേക്കിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെ? ഒരു കുറ്റം പറയാനൊന്നുമില്ല. അയാൾ പഠിച്ചിട്ട് തന്നെ ചെയ്തേക്കുന്ന പടം. എക്സ്പെക്ട് ചെയ്യുന്ന ലെവലുണ്ടായിരുന്നോ? എക്സ്പെക്ട് ചെയ്യുന്ന ലെവലിൽ ഉണ്ടായിരുന്നു. നമുക്ക് ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന പടം, നല്ല പടം, നല്ല എൻജോയ്മെന്റ് ഉണ്ടായിരുന്നു. എന്റർടൈൻ മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പടം വന്ന് തന്നെ നമുക്കൊരു ഭയങ്കര ഇതുണ്ട്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പടം കാണുന്നത്. ഹൈപ്പിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. പക്ഷേ ക്ലൈമാക്സ് പഞ്ച് പൃഥ്വിരാജ് പറഞ്ഞുകൊണ്ടാണ് തോന്നുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അത്രയും നമുക്ക് കിട്ടിയില്ല. പടം കുഴപ്പമില്ല കേട്ടോ, നല്ല പടമാണ്. അപ്പൊ എമ്പുരാൻ 3ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ലൂസിഫർ എമ്പുരാൻ 3 ഉണ്ട് കേട്ടോ പടം. നല്ല മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം നല്ല നൈസ് ആയിട്ടുണ്ട് പടം. ഡയറക്ഷൻ ലെവല് അൾട്ടിമേറ്റ്, ഒന്നും പറയാനില്ല. ഇന്റർവ്യൂല് പറഞ്ഞ ഒരു സീൻ ഉണ്ടായിരുന്നു, മറ്റേ ഫസ്റ്റ് ഹാഫിൽ ഒരു സീൻ. ഞാൻ പടം ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും സെക്കൻഡ് ഹാഫ് ആണെങ്കിലും ഓക്കെയാണ്. നമുക്ക് എന്റർടൈനിങ് ആണ്, ബോറടിക്കുന്നില്ല, നൈസ് മൂവിയാണ്. പക്ഷേ ക്ലൈമാക്സിൽ പുള്ളിക്കാരൻ തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞു, ലാസ്റ്റ് 10 മിനിറ്റ്സ് നിങ്ങൾ മസ്റ്റായിട്ട് ആ ചെയ്യണം, സ്കിപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സ്പെക്ടേഷനിലോട്ട് ആൾക്കാരുണ്ട്. അത് നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ പടം എന്റർടൈനിങ് ലെവലിൽ പക്കയാണ്. ഫ്രെയിംസ്, ക്യാമറ, BGM, മ്യൂസിക്, എവറിത്തിങ് ഇറ്റ്സ് എന്റർടൈനിങ്. നല്ല കൂട്ട് തന്നെയാണ്, നല്ല സൂപ്പർ. ഇതാണ് ഒരു എഴുത്തുകാരൻ, മുരളി ഗോപിയിലുള്ള എഴുത്തുകാരൻ, അതുപോലെ തന്നെ പൃഥ്വിരാജിനെ പോലുള്ള സംവിധായകൻ, ഭയങ്കരം. ഇത്രയും ഇതേണൊക്കെ സംവിധാനം ചെയ്യാൻ മിടുക്കുള്ള ഒരുത്തൻ കേരളത്തിൽ ഇത്രയും ധൈര്യം. എങ്ങനെയുണ്ട് ഓരോ ഫ്രെയിംസും? വളരെ ഇത് ഇങ്ങനെ ഫ്രെയിം നമുക്ക് തരാൻ പറ്റും. ഇങ്ങനെ ഒരു നല്ലൊരു ഫ്രെയിം നമുക്ക് മലയാളിയൊക്കെ തന്നേക്കുക. കാര്യം ഇത് ആരും തന്നിട്ടില്ല ഇത്രയും ഇതിൽ. കാര്യം പലരും പിന്നോട്ട് മാറുന്നിടക്ക് വളരെ ധൈര്യവും അതുകൊണ്ടൊക്കെ തന്നെ ചങ്കൂറ്റം കാണിച്ച എഴുത്തുകാരനും അതുപോലുള്ള സംവിധായകനും. ലാലേട്ടന്റെ സ്ക്രീൻ കാണുമ്പോൾ ലാലേട്ടൻ സ്ക്രീൻ നിറഞ്ഞു പിന്നെ ഫുള്ള്. ഇത് ഈ പടത്തിന്റെ ഒരു മെച്യൂർ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും പൃഥ്വിരാജും മുരളി ഗോപിയും തന്നെയാണ്. അതിപ്പോൾ മോഹൻലാലിനെ പോലുള്ള ഒരു വ്യക്തി ഇത്രത്തോളം ഭംഗിയായിട്ട് കൊണ്ട് അവതരിപ്പിക്കാൻ വേറൊരു സംവിധാനം ഇന്ത്യയിൽ ഇല്ല. അത്ര ഭംഗിയായിട്ട് പിന്നെ അടിപൊളി സൂപ്പർ. ഇത് 300 കോടിക്ക് മേളിൽ പോകും. വളരെ ഗുഡ് ആക്ഷൻസ്, വളരെ ഗുഡ്. ഇത്ര നാളെ ഗംഭീരമാക്കിയിട്ടുണ്ട്. ഒരു ഫ്രെയിമിൽ പോലും ഇല്ല മോശം നമുക്ക് പറയാൻ ഒരു നാടകീയമായിട്ടൊന്നുമില്ല. ഒരു 300 കോടിയെ കുറവല്ല, 500 കോടിക്ക് വേണ്ടിയുള്ള എത്താൻ സാധ്യതയുണ്ട്. ആ കാര്യം അത്രയ്ക്കാണ്. എക്സ്പെക്ട് ചെയ്തതിന് അത്രയും ഇല്ല, അത്രയും അങ്ങോട്ട് ഇമ്പാക്ട് കിട്ടിയില്ല. ഹൈപ്പിനുള്ള പക്ഷെ പടം കൊള്ളാം. ഒന്നും നമ്മൾ അധികം എക്സ്പെക്ട് ചെയ്ത് തന്നിരുന്ന അടിപൊളി പടമാണ്. പക്ഷെ ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ക്ലൈമാക്സ് ഒക്കെ കൊള്ളാം. അത്ര ഇഷ്ടപ്പെട്ടില്ല. ലൂസിഫറിന് അത്രയും വന്നിട്ടില്ല. എക്സ്പെക്ട് ചെയ്ത രാവിലെ കാണാൻ വന്നിട്ടില്ല. ഇന്റർവെല്ലില് കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർ ഒരു കുറച്ചു നേരം വന്ന ആൾക്കാരൊന്ന് സ്ക്രീനിനകത്ത് ഒരു ആവേശം വന്നത്. അപ്പൊ ഈ 3 മണിക്കൂർ എൻഗേജിംഗ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? 3 മണിക്കൂർ ഇല്ല, 3 മണിക്കൂർ അത്ര എൻഗേജിംഗ് ആയില്ല പടം. ലാഗുണ്ടോ? ലാഗുണ്ട്, കുറച്ചുണ്ട്. 1.25 മണിക്കൂറൊക്കെ ആകുമ്പോഴേ ഇന്റർവെല്ല് വരുന്നത്. ഓക്കെ. എക്സ്പെക്ട് ചെയ്യുന്ന ലെവൽ ഉണ്ടായിരുന്നോ? എന്തുകൊണ്ട് ഫസ്റ്റ് ഹാഫ് മറ്റേ ക്ലാസ് ആയിട്ടൊരു ക്യാരക്ടർ ബിൽഡിംഗ് ആയിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേന് സംഭവം നൈസായിട്ട് മാസൊക്കെ കയറ്റി ഹൈ മൊമെന്റ്സ് കൂടുതലും സെക്കൻഡ് ഹാഫിൽ. പിന്നെ ഉണ്ടായിരുന്നു അയ്യര് കളിയാ മോനെ. വില്ലൻ പ്രതീക്ഷ പക്ഷേ ഒരു എക്സ്പെക്ടഡ് നമ്മളൊക്കെ വിചാരിച്ചൊരു ഗെയിമേ ഉണ്ടല്ലേ, അതൊന്നും ഇല്ലായിരുന്നു. വേറെ ക്യാമിയോസ് ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് ഞാൻ പറയുന്നില്ല, കണ്ടോ.